നമസ്കാരം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി, പിണറായി രണ്ടാമൻ, ബി.ജെ.പിയുടെ രാജീവ് ചന്ദ്രശേഖറും മുഖ്യമന്ത്രി. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭ്രാന്താണോ എന്ന് തോന്നും. കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഭരണ തുടർച്ചയെന്ന LDF മോഹങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തി രാഷ്ട്രീയ കാറ്റ് മാറി വീശുന്നുവെന്ന സൂചനകൾ വീണ്ടും പുറത്തു വരുന്നു. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്തുടനീളവും പ്രകടമാകുന്നത്. വോട്ട് വൈബ് ഇന്ത്യ നടത്തിയ ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളം അതിൻ്റെ പഴയ രീതിയായ ഭരണമാറ്റത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു എന്നാണ്. NDTVയുടെ സർവേയിലുള്ളത് കടുത്ത ഭരണവിരുദ്ധ വികാരമാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ആഗ്രഹിക്കുന്നു തുടങ്ങിയ പ്രധാന ചോദ്യങ്ങളുമായിട്ടാണ് NDTV വോട്ട് വൈബ് കേരള ട്രാക്കർ സർവേ നടത്തിയത്. ഭരണത്തിൽ അതൃപ്തി എന്ന് 50% പേരും, ഭരണം നല്ലതെന്ന് 40% പേരും, ഭരണം വളരെ മോശമെന്ന് പറയുന്നത് 31% ആളുകളുമാണ്. നേതാക്കളിൽ ആരാണ് മുഖ്യമന്ത്രിക്ക് അനുയോജ്യനെന്ന് ചോദിച്ചപ്പോൾ അതിന് സതീശന് 22% പിന്തുണയുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് 18%, അദ്ദേഹം രണ്ടാമനും. KK ശൈലജയ്ക്ക് 16%, അവർ മൂന്നാമതും. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് 14.5% പേരുടെ പിന്തുണയുണ്ട്. ജനങ്ങൾ UDFന് അനുകൂലമെന്നാണ് സർവേ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നത്. UDF 32%-ലേറെ വോട്ട് നേടുമെന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത്. LDFന് 29%, BJPക്ക് 19%-ലേറെ വോട്ടും ലഭിക്കാമെന്നും സർവേയിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ 15% വോട്ടർമാർ ഇപ്പോഴും ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ രീതി അനുസരിച്ച് ഇവരുടെ വോട്ടുകൾ ഫലത്തെ സ്വാധീനിച്ചേക്കാം. അതേസമയം 10 വർഷത്തെ ഭരണത്തിന് ശേഷം മൂന്നാം ഊഴത്തിനായി LDF ശ്രമിക്കുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കുവാനുള്ള ഉറച്ച ശ്രമത്തിലാണ് UDF. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവായിട്ട്, പ്രതിപക്ഷ നേതാവായിട്ടുള്ള V.D. സതീശൻ എത്തുമ്പോൾ അങ്ങനെയാണ് ജനങ്ങൾ ആ വ്യക്തമായിട്ടുള്ള ധാരണ സർവേയിൽ കാണിക്കുന്നത്. പിണറായി വിജയൻ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ KK ശൈലജയ്ക്ക് വലിയ പിന്തുണയാണുള്ളത്. അത് ശ്രദ്ധേയമാവുന്ന കാര്യമാണ്. മാത്രമല്ല V.D. സതീശനും ശശി തരൂരും നയിക്കുന്ന നിരയിൽ ജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേയിൽ നിന്നും പുറത്തു വരുന്നത്. മാത്രമല്ല BJPയുടെ ഒരു സ്വാധീനം എന്ന് പറയപ്പെടുന്നത് കേരളം ഇപ്പോൾ ദ്വിമുഖ മത്സരത്തിലല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറിച്ച് ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിലേക്കാണ് നീങ്ങുന്നത് കേരളം എന്നതാണ്. BJP നയിക്കുന്ന NDA തങ്ങളുടെ നില എന്ന് പറയപ്പെടുന്നത് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന് 14.7% പിന്തുണ ലഭിക്കുന്നത് BJP ഒരു നിസ്സാര ശക്തിയല്ല എന്നതിന്റെ തെളിവായിട്ട് നമുക്കത് സൂചിപ്പിക്കാം. അതേസമയം ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ പടലപ്പിണക്കങ്ങളുണ്ട്. ഇവിടെ UDFന് സാഹചര്യം അനുകൂലമാണെങ്കിലും പാർട്ടിയിലെ വിഭാഗീയത എന്ന് പറയപ്പെടുന്ന വലിയ വെല്ലുവിളിയാണ്. 42% വോട്ടർമാരും കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ വളരെ കൃത്യമായി ഭയപ്പെടുന്നു. ഹരിയാനയിൽ സംഭവിച്ചതുപോലെ ഐക്യമില്ലായ്മ വിജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നത് രാഷ്ട്രീയ നിരീക്ഷകരടക്കം നൽകുന്ന മുന്നറിയിപ്പാണ്. അപ്പോൾ നിലവിൽ 15% വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വരും മാസങ്ങളിൽ മുന്നണികൾ നടത്തുന്ന നീക്കങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും 2026 കേരളത്തിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ഇവരുടെ കൂടി വോട്ട് നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ UDFന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് പ്രവചിക്കുന്നത് NDTVയുടെ സർവേകൾ പ്രകാരം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സത്യത്തിൽ സർവേകൾ തകർക്കാൻ പോകുന്നത് UDFന്റെ ഈ സാധ്യതകളെയാണ്. കൂടാതെ ഇടതുമുന്നണിക്ക് മൂന്നാം വട്ടവും അധികാരത്തിലെത്താൻ ഒരു അവസരം കൂടി ആകുമെന്ന് തന്നെയാണ് ഈ സർവേകൾ കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. സത്യത്തിൽ ശരിയായിരിക്കാം, ജനങ്ങളുടെ പ്രിയ നേതാവാകാൻ ചിലപ്പോൾ കരുത്തുള്ള ഒരു നേതാവ് തന്നെയാണ് V.D. സതീശൻ, അതിന് തർക്കമില്ല. ആ തർക്കമില്ല എന്ന് പറയപ്പെടുമ്പോഴും പക്ഷേ ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് കോൺഗ്രസിന്റെ UDFും എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഈ സർവേ ഫലങ്ങളിലൂടെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ അമിത ആത്മവിശ്വാസം, മറ്റൊന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത വിജയം, ഇതൊക്കെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് കോൺഗ്രസിനെയും UDFനെയും കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പടലപ്പിണക്കങ്ങളുടെ, നേതാക്കന്മാർ തമ്മിലുള്ള പരസ്പര പഴിചാരലിന്റെ, പാരവയ്പിന്റെയൊക്കെ ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതിൽ തർക്കമില്ല. അതാണ് അവിടെ ഈ 42% വോട്ടർമാരും ഹരിയാനയിൽ സംഭവിച്ചതുപോലെ കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ ഭയപ്പെടുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, ഈ V.D. സതീശൻ എന്ന് പറയപ്പെടുന്നത് നിലപാടുകളുടെ രാജകുമാരനാണ്. വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ കേരള സമൂഹത്തിനകത്ത് അങ്ങനെ ആ നിലപാടുകളോട് ചേരുന്ന, അഴിമതിക്ക് കറപുരളാത്ത അല്ലെങ്കിൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്ത വളരെ കൃത്യമായിട്ടുള്ള ആദർശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സതീശനോട്
ഒരു ആഭിമുഖ്യം അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്നത്. കാരണം നമ്മുടെ സമൂഹം എന്ന് പറയപ്പെടുന്നത് ഭൂരിപക്ഷം ജനങ്ങളും സത്യസന്ധമായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സത്യസന്ധത കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കട്ടെ എന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം സതീശനെ പോലൊരാൾ നയിക്കട്ടെ എന്നവർ തീരുമാനിക്കുന്നത്. ആ സാധ്യതയാണ് UDF ലഭിക്കാൻ പോകുന്നത്. പക്ഷെ സതീശൻ എന്ന് പറയപ്പെടുന്ന ആൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തണമെന്ന് പൊതുസമൂഹം ആഗ്രഹിച്ചാലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും ഒപ്പം തന്നെ ഇവിടുത്തെ നിലവിലെ നേതാക്കന്മാരും പരസ്പരം പഴിചാരി പാരവച്ച് സതീശനെ പുറത്താക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന്, UDF അധികാരത്തിലേക്ക് എത്തും എന്ന് പറയപ്പെടുമ്പോൾ ആ UDF കേന്ദ്രങ്ങളിലേക്ക് ഇനി എത്താൻ പോകുന്നത് ഇതുപോലെ തന്നെയുള്ള അഴിമതിക്കാരുടെ ഒരു കൂടാരമായി മാറാൻ പോകുന്ന സ്ഥിതിവിശേഷമാണ്. അത്തരത്തിലുള്ള അഴിമതിക്കാരോടെ വന്നു ചേരും. മാത്രമല്ല UDF അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ തന്നെ LDF വർദ്ധിത വീര്യത്തോടുകൂടി അവരുടെ താഴെ തട്ടു മുതലുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമാക്കും. മാത്രമല്ല അവർ ഇനിയുള്ള 2 മാസം കൊണ്ട് ഈ കേരളത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നൽകാൻ കഴിയും, അല്ലെങ്കിൽ ജനങ്ങളെ ഏത് തരത്തിൽ കയ്യിലെടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് വലിയ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തും. ആ ക്യാമ്പയിന്റെ ഫലമായിട്ട് LDFന്റെ സാധ്യതകളെ കുറച്ചു കാണിക്കുവാനും കഴിയില്ല. കാരണം LDFന് മനസ്സിലാകുന്നുണ്ട് മൂന്നാമതൊരു വട്ടം കൂടി അധികാരത്തിലെത്തുക എന്നുള്ളത് ബാലികേറ മലയാണ്. പക്ഷേ അതിന്റെ അനന്ത സാധ്യതകളെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിലൊന്നാണ് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കം, ഗ്രൂപ്പിസം ഇത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം രമേശ് ചെന്നിത്തല എന്ന് പറയപ്പെടുന്ന നേതാവും ഒപ്പം തന്നെ സതീശനും KC വേണുഗോപാലും അടങ്ങുന്ന ഒരു ത്രയങ്ങൾ, ഈ ത്രയങ്ങളുടെ ഭാഗങ്ങളായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് എങ്ങനെയും മുഖ്യമന്ത്രിയാവുക, അതുപോലെ തന്നെ സതീശന് ചിലപ്പോൾ ഈ രമേശ് ചെന്നിത്തല പോലെ അത്രത്തോളം ഒരു ആക്രാന്തം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്യാഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം മുഖ്യമന്ത്രി ആകുന്നതിൽ തെറ്റില്ല, പ്രതിപക്ഷ നേതാവാണ്, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകാൻ കഴിയും. പക്ഷെ ഇവരെ രണ്ടുപേരെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ആ തമ്മിൽ തല്ലിനെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാലിന്റെ നിൽപ്പ്. KC വേണുഗോപാൽ ഏതെങ്കിലും തരത്തിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണയും പ്രീതിയുമുള്ള നേതാവായതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് വരാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളെ അറിയിച്ചത് പോലും ഹൈക്കമാൻഡിന്റെ പറയുന്ന ആളായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്നത്. പിന്നിലെ രഹസ്യം എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് KC വേണുഗോപാലിനെ കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഇവിടെ കെട്ടിയിറക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് കോൺഗ്രസിനുള്ളിൽ UDFനുള്ളിൽ തന്നെ അത്തരത്തിലൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ചൊല്ലി ഒരു തർക്കമുണ്ടായാൽ, സതീശൻ വേണോ രമേശൻ വേണോ എന്നതിനെ കുറിച്ചുള്ള തർക്കമുണ്ടായാൽ ആ തർക്കം ഈ മൂപ്പളമ തർക്കം പോലെ ആവുകയും അതിലേക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഹൈക്കമാൻഡിനെ അത്തരത്തിൽ പ്രീതിപ്പെടുത്തി മുഖ്യമന്ത്രിയാകുവാൻ കച്ചകെട്ടി നിൽക്കുകയാണ് ഈ പറയുന്ന KC വേണുഗോപാൽ. അപ്പോൾ ഇവിടെ പണിയെടുത്തവരും വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും ഒക്കെ വഴിയാധാരമാകുന്ന ഒരു കാഴ്ച കോൺഗ്രസിൽ ഉണ്ടാവും. അപ്പൊ അതിനെ മുതലാക്കുക എന്നുള്ളത് LDFന്റെ ഒരു തന്ത്രമാണ്. LDF വളരെ കൃത്യമായും ആ ഗ്രൂപ്പിസത്തെ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സർവേ ഫലങ്ങളൊക്കെ അസ്ഥാനത്താവുകയും UDF എന്ന് പറയപ്പെടുന്ന അധികാരത്തിൽ എത്താതിരിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയും ചെയ്യും. ഇനിയുള്ള 3 മാസം എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള എന്ത് വിക്രയങ്ങൾ വേണോ ഈ രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുന്നതാണ്. ആ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സതീശൻ തന്നെ അവസാനം മത്സരത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വരെ ചിലപ്പോൾ ഒരു വ്യക്തത ഉണ്ടാകില്ല. ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത്, ഈ സതീശന് എതിരെ വരെ എന്തൊക്കെ അപവാദ പ്രചരണങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുണ്ടാകുന്നതിൽ തന്നെ അതിന് കോപ്പ് കൂട്ടുന്നത് ഈ കോൺഗ്രസിനുള്ള നേതാക്കന്മാർ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഒന്നാമത്തെ പടിയാണ് രമേശ് ചെന്നിത്തല പൊട്ടിച്ചത്. ഈ ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവരാണ് ഇത്തരത്തിലുള്ള സർവേകൾ നടത്തുന്നത് എന്ന്. അതാണ് NDTV നടത്തിയ സർവേയെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അപ്പൊ ഇതിൽ തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പേര് ഒരിടത്തും വന്നിട്ടില്ല. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ ശശി തരൂരിന്റെയും VD സതീശന്റെയും പേര് വന്നിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ പേര് ഒരിടത്തും വന്നിട്ടില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ താങ്കളുടെ പേര് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ വേറെ ജോലിയൊന്നും ഇല്ലാത്തവർ ചെയ്യുന്ന പണിയാണ് എന്ന് പറയുന്നതാണ് ഈ രമേശ് ചെന്നിത്തലയുടെ വാദം. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഉറപ്പായി താൻ ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് വരില്ല. അപ്പോൾ പണി പാലും വെള്ളത്തിൽ കൊടുക്കുക, അങ്ങനെ കൊടുത്ത് പാരവച്ച് സതീശനെ ഇല്ലാതാക്കുക, ഒപ്പം തന്നെ KC വേണുഗോപാലിനെ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ പുറത്താക്കുക, അതിനുശേഷം മുഖ്യമന്ത്രി കസേരയിലേക്ക് വരിക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു ഇച്ഛ എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ സംഭവിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതിനെയൊക്കെ മുതലാക്കാൻ LDFന് കഴിഞ്ഞാൽ, താഴെ തട്ട് മുതൽ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ LDF ഏകോപിപ്പിച്ചാൽ ഉറപ്പാണ് UDFനുള്ള ഈ സാധ്യതയെ കൂടി തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വട്ടം കൂടി UDFന് മാറ്റി LDF അധികാരത്തിലേക്ക് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.